Good morning. Page number 97 first question ആണ് എടുക്കാൻ പോകുന്നത്. First question, the perimeter of a rectangle is 42 meter. Rectangle perimeter 42 meter ആണ്. And its diagonal is 15 meters. What are the length of its sides? ഇത് കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേമാതിരി തന്നെയാണ്. റെക്റ്റാങ്കിൾ ആണ് തന്നത്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 2 × L+B 42 എന്ന് തന്നിട്ടുണ്ട്. ഡയഗണൽ 15 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ സൈഡ്സ് നമുക്കൊന്ന് എന്തായിട്ട് എടുക്കാം? എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ലെങ്ത്ത് എക്സ് ആക്കി എടുക്കാം. അതിന് വേണ്ടി 2 × L+B ആണ് 42. അങ്ങനെയാണെങ്കിൽ L+B എത്രയായിരിക്കും വരിക? 42നെ ഡിവൈഡ് ബൈ 2 ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ആക്കുക. ഇതിൽ നിന്ന് L+B കിട്ടി. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ 21 ആണെന്ന് കിട്ടി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലെങ്ത്ത് എന്തായിട്ട് എടുക്കുക? ലെങ്ത്ത് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതിൽ നോക്കിയാൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ബ്രെഡ്ത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെയാണ് 21 മൈനസ് എക്സ്. ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുക്കുമ്പോൾ ബി ആണ് കാണുന്നത്. അപ്പോൾ എക്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ 21 മൈനസ് എക്സ്. ലെങ്ത് ട്രയാങ്കിൾ ഡയഗണലിൽ തന്നിട്ടുണ്ട് 15. ലെങ്ത്തും ബ്രെഡ്ത്തും ഡയഗണൽ തന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിങ്ങൾ പഠിച്ചതാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇനി ബേസ് അറിയാം. ബേസ് എത്രയാണ്? എക്സ്. ഹൈറ്റ് നിങ്ങൾ എന്താണ്? ബ്രെഡ്ത്താണ്. 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 15 സ്ക്വയർ. ഇനി സ്ക്വയർ ചെയ്യാം. എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് സ്ക്വയർ ചെയ്യാൻ പഠിപ്പിച്ചു. ഫസ്റ്റത്തേൻ്റെ സ്ക്വയർ 21ൻ്റെ സ്ക്വയർ 440 മൈനസ്, ഇവിടെ ക്വസ്റ്റ്യനിൽ മൈനസ് ആയിട്ട് മൈനസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. 21 എക്സും 21 എക്സ് ആണ്. അതിൻ്റെ ഡബിൾ 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ. 15 × 15 225 അങ്ങനെ എഴുതി. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ 2x² ആണ്. പിന്നെ എക്സിൻ്റെ ടേം ആണ് എഴുതേണ്ടത്. 42 എക്സ് ആണ്. 441 ആണ് ഇവിടെ ഉള്ളത്. മൈനസ് 220 ഈക്വൽ ടു 0. അങ്ങനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. 2x² മൈനസ് 42 എക്സ് പ്ലസ് 441 225 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 216 കിട്ടും. 216 ഈക്വൽ ടു 0. മൈനസ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഇതിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫോമായി. പക്ഷേ എക്സ്² മുന്നേ 1 ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2x² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x². 42 എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 എക്സ് 108 ഈക്വൽ ടു 0. എന്നിട്ട് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം വെച്ച് ചെയ്യും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യും. b² മൈനസ് 4ac കാണാം. എന്താണ് ഇവിടെ? ബി എ അറിയാം 1 ആണെന്ന്. ബി നോക്കുമ്പോൾ അവിടെ മൈനസ് 21 ആണ്. സി 108. എയും ബിയും സി എഴുതി. മൈനസ് ബി സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് മൈനസ് 21 ആണ്. മൈനസ് ഇൻറ്റു 1 × C 108.
21 root square 441. 4 into 1 into 9, 432 1. 9 1 greater than 0. So x in value minus b plus or minus root of b square minus 4ac by 2 ആണ് കേസ്. നിങ്ങൾക്കറിയാം കേസിൽ മൈനസ് ഉണ്ട്. കേസിലെ മൈനസും ബിയുടെ സ്ഥാനത്ത് -21 പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ ബി സ്ക്വയർ മൈനസ് 4ac 9 ആണ് കിട്ടിയത് ബൈ 2. നിങ്ങൾ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് -21 പ്ലസ് 21 ആവും. പ്ലസ് ഓർ മൈനസ് 9ൻ്റെ റൂട്ട് എത്ര വരിക? 3 ആണ് വരിക ബൈ 2. 21 പ്ലസ് 3 ബൈ 2 എടുക്കുക ഒരു വാല്യൂ. ഇനി അടുത്ത ഏതെടുക്കേണ്ടത്? 21 മൈനസ് 3 ബൈ 2 ആണ് എടുക്കുക. ഇനി ഒന്ന് ചെയ്ത് നോക്കുക. 21നോട് 3 ആഡ് ചെയ്യുമ്പോൾ 24 ബൈ 2 12 ആയി മാറും. 21 3 മൈനസ് ചെയ്താൽ 18 ബൈ 2 ആണ് 9. അപ്പം നിങ്ങൾക്ക് എക്സ് കിട്ടി. ലെങ്ത്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരിക? 21. ലെങ്ത്ത് 9 വരേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പോൾ ലെങ്ത്ത് 21 ആയിട്ട് എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് 21ന് 12 മൈനസ് ചെയ്താൽ 9 വരും. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ലെങ്ത്ത് എത്രയാണ് വരുന്നത്? 12. അപ്പം 21 മൈനസ് 12 എത്ര വരികയാണ്? ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്തായി. റെക്റ്റാങ്കിളുടെ ലെങ്ത്ത് 12ഉം ബ്രെഡ്ത്ത് 9ഉമായ റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എത്ര വരിക? നമുക്ക് 42 ആണ്. അത് വെച്ച് നിങ്ങൾ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് ആഡ് ചെയ്താൽ 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 300 കിട്ടുന്ന എങ്കിൽ നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചത്. അപ്പം നിങ്ങൾക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? നാച്ചുറൽ നമ്പർ 1 2 3. ഇതിൻ്റെ സമ്മാണ് ക്വസ്റ്റ്യൻ. 1 ഈസ് ആഡഡ് ടു ദ സം എന്ന് പറഞ്ഞത്. അപ്പം സമ്മ് കാണാൻ ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1/2 ആണ് എസ്. അത് കണ്ടു. സ്റ്റാർട്ടിങ് ഫ്രം 1 എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ നമ്പേഴ്സ് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമ്മ് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ആ സമ്മ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? n ഇൻറ്റു n പ്ലസ് 1 എഴുതുക. ബൈ 2 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇൻറ്റു 2 എഴുതും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി മാറും. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 1 n ഈക്വൽ ടു 600. ഇത് ഈ ക്വാഡ്രാറ്റിക്കേഷൻ്റെ ഫോമിലേക്ക് മാറ്റി. n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക്കേഷനായ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാതെ ഞാൻ ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത്? എയും ബിയും സി ആണ് ഉപയോഗിക്കുന്നത്. ക്വാഡ്രാറ്റിക്കേഷന് A1 B1 C മൈനസ് 600. അതിൽ ആദ്യം നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഡിസ്ക്രിമിനൻറ്റ് കാണും. ബി സ്ക്വയർ മൈനസ് 4ac നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾ ഓക്കെയാണ്. ബി സ്ക്വയർ മൈനസ് ബി എത്രയുടെ? 1 മൈനസ് 4 ഇൻറ്റു A1 C മൈനസ് 300. മൈനസ് 300 അല്ല, മൈനസ് 600. 1 മൈനസും മൈനസും പ്ലസ് ആവും. 2400 ആഡ് ചെയ്യുക. 2400 1 ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ് കാണാൻ അറിയാം. എക്സ് കാണാൻ ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് root of b square minus 4ac by 2ar minus b 1 plus or minus root into 2401 by 2 into that is 2 into 1
-1 പ്ലസ് ഓർ മൈനസ് 2400. നിങ്ങൾക്കറിയാം 2500 ആകുമ്പോൾ 50 ആണ്. 50ന് തൊട്ടടുക്കുന്നതാണ് 1 വരുന്ന നമ്പർ ഏതാണ്? ലാസ്റ്റ് 9 to 9 ആണ് 81. ലാസ്റ്റ് 1 വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാം. 925 ആയതുകൊണ്ട് 49 വരും. 2500 ആണെങ്കിൽ 50 ആണ്. തൊട്ട് ബാക്കിലുള്ള 40. -1 പ്ലസ് 49 ബൈ 2 -1 മൈനസ് 49 ബൈ 2. നിങ്ങൾക്ക് നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് വേണ്ട. നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ ഈ ഭാഗം എടുക്കുന്നില്ല. -1 പ്ലസ് 49 48 ബൈ 2. 48 ആകുമ്പോൾ എത്ര? 24 ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്ര ഇരിക്കണം? 24 ടേംസിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് എന്ത് വരിക? 300 വരും. അപ്പോൾ 24 ഇൻറ്റു ചെയ്ത് നോക്കുക. 24 ഇൻറ്റു 25 ബൈ 2 ചെയ്ത് നോക്കുമ്പോൾ 24 വരെയാണ്. 24 ഇൻറ്റു 25 ബൈ 2 ആണ് 12. നിങ്ങൾക്ക് 25 300. ആൻസർ 300. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്. നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കണം? ഫസ്റ്റ് 24 ടേംസിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് 300 വരും. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കും. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് നമ്പർ ആഡഡ് ടു 1 gives its own square? What number added to 1 gives its own square? അപ്പോൾ നിങ്ങളോട് പറയണം 1 നമ്പർ എടുക്കണം. നമ്പർ അറിയില്ല. നമ്പർ എക്സാക്റ്റ് എടുക്കുക. 1 added to a number gives its own square. ഇതിൻ്റെതായ സ്ക്വയർ എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതുക. ഇനി സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യിക്കുക. ആദ്യം എക്സ് സ്ക്വയർ എഴുതുക. പ്ലസ് എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -x പ്ലസ് 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -1. അങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്തു. സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്ത ആദ്യം തന്നെ എ എഴുതുക. ബി -1 സി -1 എന്നിട്ട് ഡിസ്ക്രിമിനൻ്റ് ബി എന്താ വരുന്നത്? -1 1 ഇൻറ്റു -1 സ്ക്വയർ 1 -4 ഇൻറ്റു +4 ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ 0. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് എക്സ് കണ്ടുപിടിക്കും. എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് b സ്ക്വയർ -4ac ബൈ 2a മൈനസ് b എത്രയായിട്ട് -1 എഴുതുക. പ്ലസ് ഓർ മൈനസ് √5 ബൈ 2 ഇൻറ്റു a എത്രയാണ്? 1. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് √5 ബൈ 2. ഇനി എക്സിൻ്റെ വാല്യൂ രണ്ടെണ്ണാക്കി എഴുതാം. 1 പ്ലസ് √5 ബൈ 2 1 മൈനസ് √5. ഇങ്ങനെ എക്സിന് 2 വാല്യൂസും എഴുതി വയ്ക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടീഷൻ ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുക. എയും ബിയും സി വെച്ച് എഴുതി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ